ഇന്ന് അന്താരാഷ്ട്ര തൊഴിലാളി ദിനമാണ്. മെയ് 1. മെയ് ദിനം എന്ന് വെച്ചാൽ അന്താരാഷ്ട്ര തൊഴിലാളി ദിനം എന്നുള്ളതാണ്. 1886 അമേരിക്കയിലെ ചിക്കാഗോയിലെ ഹേയ് മാർക്കറ്റിൽ വെച്ച് നടന്ന വലിയ പ്രക്ഷോഭം. ഓരോ ദിവസവും 14-15 മണിക്കൂറുകൾ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് നീതി നടപ്പാകേണ്ടതുണ്ട്. അതുകൊണ്ട് 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ ഉറക്കം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അമേരിക്കയിൽ നടന്ന വലിയ വിപ്ലവം, വലിയ പ്രക്ഷോഭം അനന്തരമായിട്ടാണ് മെയ് ദിനം അന്താരാഷ്ട്ര തലത്തിൽ തൊഴിലാളി ദിനമായി ആചരിച്ചുകൊണ്ടിരിക്കുന്നത്. തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തെ നമ്മുടെ ലോകം ചേർത്ത് പിടിക്കുന്ന മനോഹരമായ കാഴ്ച കൂടി മെയ് ദിനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 1883 മുതലാണ് നമ്മുടെ ലോകം മെയ് ദിനത്തിലേക്ക് ചിന്തിക്കുന്നതെങ്കിൽ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ കാലത്ത് തന്നെ ഏതൊക്കെ രൂപത്തിലാണ്, ഏതൊക്കെ വഴികളിലാണ് തൊഴിലാളികളെ സംരക്ഷിക്കേണ്ടത് എന്ന് കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട്. ഇസ്ലാമിൻ്റെ ഒരു രീതിശാസ്ത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ, ഇസ്ലാമിൻ്റെ ഒരു മുന്നോട്ടുള്ള രീതി എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അധ്വാനിച്ചു ഭക്ഷിക്കുക എന്നുള്ളതാണ് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയ നയം എന്ന് പറയുന്നത്. മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടുക, സ്വന്തം ആവശ്യത്തിന് വേണ്ടി അപരനോട് യാചിക്കുക എന്നതിനെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നു മാത്രമല്ല, അങ്ങേയറ്റം നീചമായ കാര്യമായിട്ടാണ് അടയാളപ്പെടുത്തുന്നത്. ആദിമ മനുഷ്യനായ അബൂന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കർഷകനായിരുന്നു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെടുത്ത് പരിശോധിച്ചാൽ അവിടുന്ന് കപ്പൽ നിർമ്മാണത്തിൽ അഗ്രഗണ്യനായിരുന്നു. മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ എടുത്ത് പരിശോധിച്ചാൽ ഇരുമ്പുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്ന ആളായിരുന്നു. മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം നന്നായി ആശാരി പണി ചെയ്യുന്ന ആളായിരുന്നു. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങനെ അതിമനോഹരമായി ഒരു നാട് ഭരിക്കണം, ഒരു രാജ്യം ഭരിക്കണം എന്ന് ലോകത്തിന് മുന്നിലേക്ക് കാണിച്ചു കൊടുത്ത പ്രവാചകനായിരുന്നു മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വൈദ്യശാസ്ത്രത്തിൽ, ചികിത്സാ രീതികളിൽ മുന്നിട്ട് നിന്നിരുന്ന വ്യക്തിത്വമായിരുന്നു. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ രൂപത്തിലും എല്ലാ കഴിവുകളും സമ്മേളിച്ച നല്ല ഒരാളായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം നോക്കിയാൽ അവിടുന്ന് ആടുമേച്ച ചരിത്രം കാണാൻ കഴിയും. അവിടുന്ന് സ്ത്രീകൾക്ക്, തൻ്റെ പ്രിയപ്പെട്ട ഭാര്യമാർക്ക് വേണ്ടി വിറക് ചുമന്നു കൊണ്ടുവന്നു കൊടുത്ത പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങളെ കാണാൻ കഴിയും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രൂപത്തിലാണ് ഇസ്ലാം എല്ലാ നബിമാർക്കും അവരുടേതായ ഉത്തരവാദിത്തങ്ങളും അവരുടേതായ റെസ്പോൺസിബിലിറ്റീസും ഉണ്ടായിരിക്കെ തന്നെ അവരുടെ മഈശത്തിന് വേണ്ടി അവർ ജോലി ചെയ്തിരുന്നു. എന്ന് വെച്ചാൽ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ സ്വന്തം കൈകൊണ്ട്, നിങ്ങളുടെ വിയർപ്പ് സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ അധ്വാനിച്ച് ഭക്ഷിക്കുന്നതിനേക്കാൾ സുന്ദരമായ മറ്റൊന്ന് നിങ്ങൾക്ക് ഭക്ഷിക്കാറില്ലെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഏതൊക്കെ രൂപത്തിലാണ് നമ്മൾ മുന്നോട്ട് വരേണ്ടത് എന്ന് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഞാൻ എല്ലാ കാലത്തും ഫഖീറാണ്, ഞാൻ എല്ലാ കാലത്തും മിസ്കീനാണ്, എനിക്കൊന്നിനും കഴിവില്ലാത്തവനാണ് എന്നതല്ല ഇസ്ലാമിൻ്റെ രീതി. നിനക്ക് പണിയെടുക്കാനുള്ള ആരോഗ്യമുണ്ടെങ്കിൽ നീ പണിയെടുക്കണം. അത് പണിയെടുത്തുകൊണ്ട് നീ സമ്പാദിക്കണം. നിന്റെ കുടുംബത്തിന്, നിന്റെ ആശ്രിതർക്ക് വേണ്ടത് എന്തൊക്കെയുണ്ടോ അതെല്ലാം ഏതൊക്കെ രൂപത്തിൽ നൽകണോ അതിനു വേണ്ട സമ്പത്ത് ശേഖരിക്കുന്നതിന് വേണ്ടി നീ തൊഴിലാളിയാകണം എന്നതാണ് ഇസ്ലാമിൻ്റെ എല്ലാ കാലത്തെയും നയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ സ്വയം പര്യാപ്തത നേടാൻ നമ്മൾ തയ്യാറാവണം. മറ്റുള്ളവരെ ആശ്രയിക്കുന്നതിന് പകരം സ്വന്തം കാലിൽ നിന്നുകൊണ്ട്, തൊഴിലെടുത്തുകൊണ്ട്, അന്യനെ പറ്റിക്കാതെ, അന്യനെ ബഹുമാനിച്ചുകൊണ്ടുള്ള രീതിയിലേക്ക് വളരണം. ഇസ്ലാമിൻ്റെ അധ്യാപനം നോക്കൂ നിങ്ങൾ. വിയർപ്പ് വറ്റു മുമ്പ് തൊഴിലാളിക്ക് വേതനം നൽകണമെന്നാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന. അവിടുത്തെ ജീവിതകാലത്തെ അവിടത്തേക്ക് 10 വർഷത്തിലധികം ഖിദ്മത്ത് ചെയ്തവരാണ് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു. അവിടുന്ന് പറയുന്നുണ്ടല്ലോ, ഒരിക്കൽ പോലും പ്രവാചകർ എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല. അവിടുത്തെ
അവിടുത്തെ ജോലിക്കാരനോട് 10 വർഷക്കാലത്തിലേറെ കൂടെ നിന്നിട്ട് ഒരിക്കൽ പോലും എന്നോട് മുഖം കറുപ്പിച്ച് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെരുമാറിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഏത് രൂപത്തിലാണ് തൊഴിലാളികളോട് പെരുമാറേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് പണിയെടുത്തതിന് ശേഷം നിനക്ക് വേതനം പിന്നെ തരാം എന്ന് പറയുന്ന രീതി ഇസ്ലാമിനില്ല. അത് അപ്പ കൊടുക്കണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നയം. അതുകൊണ്ട് തന്നെ തൊഴിലാളികളോട് കരുണ കാണിക്കുക, മുതലാളിമാരോട് തൊഴിലാളികളുടെ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ എല്ലാ കാലത്തെയും നയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൈവരിക്കുന്ന വിഷയത്തിൽ നമ്മൾ മുന്നോട്ട് വരേണ്ടതുണ്ട്. ചില അപഹർഷതാബോധങ്ങൾ അല്ലെങ്കിൽ ചില തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും നിലനിന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതിൽപ്പെട്ട ഒന്നാണ് ഉളുഹിയ്യത്ത് കർമ്മം എന്ന് പറയുന്നത്. ഉളുഹിയ്യത്ത് കർമ്മം എന്ന് പറയുന്നത് പ്രമാണിമാർക്കുള്ളതാണ്, സമ്പത്ത് ശേഖരിച്ചു വയ്ക്കുന്ന ആളുകൾക്കുള്ളതാണ് എന്നുള്ളതാണ് പൊതുവേ നമ്മുടെ ചിത്രത്തിലുള്ളൊരു ധാരണ എന്ന് പറയുന്നത്. എന്നാൽ അത് തെറ്റായ ധാരണയാണ്. ഉളുഹിയ്യത്ത് കർമ്മം ആർക്കാണ് സുന്നത്തുള്ളത്? കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ, തനിക്കും താൻ ചിലവ് കൊടുക്കൽ നിർബന്ധമായവർക്കും പെരുന്നാൾ ദിവസത്തിന്റെ അന്ന് കഴിക്കാനുള്ള ഭക്ഷണം, ഉടുക്കാനുള്ള വസ്ത്രം, താമസിക്കാനുള്ള വീട് ഇത് ഉള്ള ഒരു മനുഷ്യന് അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഉളുഹിയ്യത്തിന്റെ ഓഹരി കൂടാനുള്ള സമ്പത്ത് അവന്റെ കയ്യിലുണ്ടെങ്കിൽ, ഒരു ആടിനെ മേടിക്കാനുള്ള സമ്പത്ത് അവന്റെ കയ്യിലുണ്ടെങ്കിൽ ഉളുഹിയ്യത്ത് അറുക്കൽ ശക്തമായ സുന്നത്താണെന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മളോട് കൽപ്പിക്കുന്നു. ഷാഫിഈ മദ്ഹബിൽ ഉളുഹിയ്യത്ത് അറുക്കൽ മുഅക്കദായ സുന്നത്താണ്. എന്നാൽ മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അവിടുത്തെ മദ്ഹബിൽ ഉളുഹിയ്യത്ത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ ഉളുഹിയ്യത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അത് കൃത്യമായി നിർവഹിക്കാൻ നമ്മൾ മുന്നോട്ട് വരേണ്ടതുണ്ട് എന്നാണ് സാന്ദർഭികമായി നിങ്ങളോട് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഉളുഹിയ്യത്ത് ധനികൻ്റെതല്ല, ഉളുഹിയ്യത്ത് എല്ലാ മനുഷ്യൻ്റെതാണ്. നമ്മളുമായി ബന്ധപ്പെട്ടവർക്കും ചിലവ് കൊടുക്കലിന് ശേഷം നമ്മുടെ കയ്യിൽ അതിനുള്ള ക്യാഷ് ഉണ്ടെങ്കിൽ നമ്മൾ ഉളുഹിയ്യത്ത് കൊടുക്കണം. നമ്മുടെ പേരിൽ അത് ശക്തമായ സുന്നത്താണ്. തുടർന്ന് ഞാൻ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുന്നുണ്ട്, അപ്പോൾ കുറച്ചുകൂടി വ്യക്തമാകും. ആ ക്യാഷ് എന്ന് പറയുന്നത് ചിലപ്പോൾ കുറുക്ക് കൊടുക്കാൻ വെച്ച ക്യാഷ് ആയിരിക്കാം, ചിലപ്പോൾ മോളെ കെട്ടിക്കാൻ വെച്ചതോ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വെച്ച ക്യാഷോ ആയിരിക്കാം. ഇവിടെ എത്ര പൊതുവെ ഒരു ഓഹരിക്ക് വരാറുള്ളത്? ഇവിടെ ഉളുഹിയ്യത്തിന്റെ ഓഹരിക്ക് എത്ര രൂപ വരും പൊതുവെ? ഒരു ഓഹരിക്ക് 30, ഒരെണ്ണത്തിന് 30. ഒരു ഷെയർ 7-ന് എത്ര രൂപ വരും? 7-ൽ ഒരു ഷെയറിന് എത്ര രൂപ വരും? ഒരു 10 രൂപ 12 രൂപ വരും അല്ലേ? വലിപ്പം അനുസരിച്ചെടുക്കും, എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു 10 രൂപ 12 രൂപ കണക്കാക്കാം. ഞാൻ പറയുന്നത് പെരുന്നാൾ ദിവസത്തിൻ്റെ അന്ന് നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ടവർക്കും കഴിക്കാനുള്ള ഭക്ഷണം അതുണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. ഇനി ഉടുക്കാനുള്ള വസ്ത്രം അതും എല്ലാവർക്കും ഉണ്ടാവും. താമസിക്കാനുള്ള വീട് അത് വാടക വീടായാലും മതി. അതിനുശേഷം നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയുടെ കയ്യിൽ, നമ്മുടെ മക്കളുടെ കയ്യിൽ ഈ പറയപ്പെട്ട 10,000-ഓ 12,000 രൂപയോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഉളുഹിയ്യത്ത് ശക്തമായ സുന്നത്താണ്. അത് പെൻഷൻ കിട്ടിയ ക്യാഷ് സ്വരൂപിച്ചു വെച്ചതാണെങ്കിലും ശരി, ബിസിനസ്സിൽ നിന്ന് പ്രോഫിറ്റബിൾ ആക്കി ഉണ്ടാക്കിയതാണെങ്കിലും ശരി, ഉളുഹിയ്യത്ത് സുന്നത്താണ് എന്നുള്ളതാണ്. അങ്ങനെ ആകുന്ന സമയത്ത് വലിയൊരു ശതമാനം ആളുകൾ ഉളുഹിയ്യത്തിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങേണ്ടതുണ്ട്. ഒരിക്കലും തന്നെ ഉളുഹിയ്യത്ത് ധനികർക്കുള്ളതാണ്, ബാങ്ക് അക്കൗണ്ടിൽ ഇങ്ങനെ ക്യാഷ് സ്വരുക്കൂട്ടി വെച്ചുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ പാടില്ല. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, എന്താണ് ഉളുഹിയ്യത്ത്? ഉളുഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി എന്താണ്? സുന്നത്തു അബീകും ഇബ്രാഹിം, അത് നിങ്ങളുടെ പിതാമഹനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സുന്നത്താണ് പരിശുദ്ധമായ ഉളുഹിയ്യത്ത് എന്ന് പറയുന്നത്. കേവലം ഒരു കർമ്മം എന്നതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ മഹാത്മാക്കളോട് സമരസപ്പെടലാണ് ഉളുഹിയ്യത്തിന്റെ പിന്നിലെ താല്പര്യം എന്നാണ് പറഞ്ഞു വെച്ചത്. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ മഹാനായ ഇബ്നു ഉമർ തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ മദീനതി 10 സിനീന യുളഹി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ 10 പ്രാവശ്യം ഉളുഹിയ്യത്ത് നടത്തിയിട്ടുണ്ട്.
മദീനയിലേക്ക് എത്തി പിന്നെയാണ് ഉളുഹയ്യത്ത് ശറഅാക്കപ്പെടുന്നത്. അതിന്റെ മുമ്പ് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉളുഹയ്യത്ത് അറുത്തിട്ടുണ്ട് എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, വായിക്കാൻ കഴിയുന്നത്. എന്ന് മാത്രമല്ല, മഹാനായ അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ 2 ആടുകളെ, ലക്ഷണമൊത്ത 2 ആടുകളെ ഉളുഹയ്യത്ത് അറുക്കുന്നു. ആ സമയത്ത് അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്, ആ സമയത്ത് അലി തങ്ങളോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ 2 ആടുകളെ അറുക്കുന്നതിന്റെ പിന്നിലെ താല്പര്യം? അന്നേരം മഹാനായ അലി തങ്ങളുടെ മറുപടി, ഫഖുൽതു മാ ഹാദാ ഫഖാല ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔസാനി അൻ ഉളഹിയ അൻഹു ഫഅന ഉളഹി അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് അവിടുത്തെ വഫാത്തിന്റെ ശേഷം അവിടുത്തേക്ക് വേണ്ടി ഉളുഹയ്യത്ത് അറുക്കാൻ എന്നോട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ റസൂലുള്ളാഹിക്ക് വേണ്ടി ഉളുഹയ്യത്ത് അറുക്കുന്നത്. ജീവിതകാലത്ത് 10 ഉളുഹയ്യത്ത് അറുത്തു. ഒരു വർഷം 100ഓളം മൃഗങ്ങളെ ഉളുഹയ്യത്ത് അറുത്തത് ചരിത്രങ്ങളിൽ കാണാം. അതിൻ്റെയൊക്കെ അപ്പുറത്ത് എൻ്റെ വഫാത്തിന് ശേഷം മരുമകനായ അലിയോട് പറയാണ്, പ്രിയപ്പെട്ട ഉപ്പാക്ക് വേണ്ടി മോനെ, നീ എൻ്റെ വഫാത്തിന് ശേഷം ഉളുഹയ്യത്ത് അറുക്കണം എന്ന് പറഞ്ഞെങ്കിൽ എത്രയാണ് ഉളുഹയ്യത്തിന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാധാന്യം കൊടുത്തത് എന്നുള്ളതാണ്. വഫാത്തിന് ശേഷം അവിടുത്തെ പ്രയോറിറ്റി അതിനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഉളുഹയ്യത്ത് നമ്മളെല്ലാവരും സുന്നത്താണെങ്കിലും നിർബന്ധമാണ് എന്ന രൂപത്തിൽ ചെയ്യേണ്ട ഒരു അമലാകണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ അവിടുന്ന് വിട പറഞ്ഞ സമയം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സങ്കടപ്പെട്ടുകൊണ്ട് നടന്നു വരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ശത്രുക്കൾ പരിശുദ്ധ ഹബീബിനെ കളിയാക്കുകയാണ്. നോക്കൂ, നിങ്ങൾ അബ്തറായ മുഹമ്മദിനെ നോക്കൂ, അനന്തരാവകാശികളില്ലാതെ ഇനി അങ്ങോട്ട് മുഹമ്മദിന്റെ മതം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മതം പറയണമെങ്കിൽ അവിടത്തേക്ക് ആൺമക്കൾ വേണമല്ലോ. അങ്ങനെ ആൺമക്കളൊന്നുമില്ലാത്ത മുഹമ്മദിനെ നിങ്ങൾ നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ട സമയത്ത് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്ന നേരം മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ തങ്ങളുടെ ചാര വന്നുകൊണ്ട് പറയുന്ന അതിമഹത്തായ വചനം എന്താണ്? ഇന്നാ അഅ്തൈനാകൽ കൗസർ. ഓ നബിയേ, അങ്ങെന്തിനാണ് സങ്കടപ്പെടുന്നത്? അങ്ങെന്തിനാണ് വിഷമിക്കുന്നത്? യാ റസൂലല്ലാഹ്, അങ്ങക്ക് ധാരാളം ധാരാളം അനുഗ്രഹങ്ങളെ അങ്ങയുടെ റബ്ബ് നൽകിയിട്ടില്ലയോ? ഇന്നാ അഅ്തൈനാകൽ കൗസർ. കൗസർ എന്നതിന് മുഫസ്സിറുകൾ വെച്ച അർത്ഥം എന്താണ്? കൗസർ എന്നാൽ ഹൗലുൽ കൗസർ എന്നൊരു അർത്ഥം കാണാം. എല്ലാ തഫ്സീറുകളിലും രണ്ടാമതൊരു അർത്ഥം കാണാം. എന്ന് വെച്ചാൽ ധാരാളം നിഅമത്തുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശഫാഅത്ത് നൽകുന്നു, സ്വർഗത്തിന്റെ ആധിപത്യം നൽകുന്നു, പരമാധികാരം നൽകുന്നു, സകല അംബിയാക്കളുടെയും നേതാവാകുന്നു, സകല സൃഷ്ടികളിലും ഖൈറു ഖൽഖായി വാഴുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെല്ലാം അങ്ങക്ക് നൽകിയില്ലേ? പിന്നെ എന്തിനാണ് പ്രിയപ്പെട്ട മകൻ മരണപ്പെട്ടതിന്റെ പേരിൽ അങ്ങ് വിലപിക്കുന്നത്, അങ്ങ് സങ്കടപ്പെടുന്നത്? ഫസല്ലി ലിറബ്ബിക്. അതുകൊണ്ട് അങ്ങയുടെ റബ്ബിന് വേണ്ടി, രക്ഷിതാവിന് വേണ്ടി അങ്ങ് നിസ്കരിക്കുക. വൻഹർ, അങ്ങ് ബലിയറുക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രഖ്യാപിക്കുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്തി വായിക്കുക. ഇന്നാ അഅ്തൈനാകൽ കൗസർ. എന്തെല്ലാം നിഅമത്തുകളാണ് അല്ലാഹു നമുക്ക് നൽകിയത്. നമ്മുടെ വീടുകൾ, നമ്മുടെ മക്കൾ, നമ്മുടെ ജോലികൾ, നമ്മുടെ വാഹനങ്ങൾ, നമ്മുടെ സൗകര്യങ്ങൾ, നമ്മൾ എടുക്കുന്ന ശ്വാസങ്ങൾ, പുറത്തേക്ക് വിടുന്ന ശ്വാസം, ഇങ്ങനെ എന്തെല്ലാം നമുക്ക് നൽകുന്ന വെള്ളം, എല്ലാ നിഅമത്തുകളും അല്ലാഹു നമുക്ക് നൽകി. ഇന്നാ അഅ്തൈനാകൽ കൗസർ. അതുകൊണ്ട് ഫസല്ലി ലിറബ്ബിക്, നിന്റെ റബ്ബിന് വേണ്ടി നീ നന്നായി നിസ്കരിക്കുക, നല്ലപോലെ നിസ്കരിക്കുക. വൻഹർ, നിന്റെ റബ്ബിന് വേണ്ടി നീ ബലിയെറുക്കുക എന്ന് പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനത്തെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വായിക്കാൻ നമ്മൾ തയ്യാറാകണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ റബ്ബിന് വേണ്ടി നമ്മൾ നിസ്കരിച്ചുകൊണ്ട് അല്ലാഹുവിന് വേണ്ടി നമ്മൾ ബലിയെറുക്കുന്നുണ്ടെങ്കിൽ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, നിങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് നിങ്ങൾക്കത് മോചനമാണ്. നിങ്ങളുടെ താഴ്ച കാണണം, നിങ്ങളുടെ വീഴ്ച കാണണം എന്ന് ആഗ്രഹിക്കുന്നവരിൽ നിന്ന് നിങ്ങൾക്കത് വലിയ മോചനമാണെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നില്ലേ, സ്വതക്ക, ദാനധർമ്മം എന്ന് പറയുന്ന ആപത്തുകളെ തടയും. എന്താണ് ഇത് ചെയ്തില്ലെങ്കിൽ മുഅക്കദായ സുന്നത്ത് ഉപേക്ഷിച്ചാൽ അത് കറാഹത്താണ്. എന്താണ് അത് ചെയ്തില്ലെങ്കിൽ പ്രശ്നം? ബറക്കത്തുണ്ടാവില്ല. എന്താണ് ബറക്കത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ബിസിനസ് വേണ്ട പോലെ മുന്നോട്ട് പോകുന്നില്ല,
അല്ലെങ്കിൽ വീട്ടിൽ വലിയ റാഹത്തില്ല, എപ്പോഴും പ്രശ്നങ്ങളാ, ഉസ്താർ ഒന്ന് ദുആ ചെയ്യണം, ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊന്ന് നോക്കണം, ഏതെങ്കിലും ഉസ്താദുമാരടുത്ത് പോയി ചെല്ലണം. ആ സമയത്തൊന്ന് ചിന്തിക്കുക, നീ ഉളുഹിയ്യത്ത് അറുത്തിട്ടുണ്ടോ? ഇല്ല. ഉളുഹിയ്യത്ത് നിനക്ക് സുന്നത്തായിട്ട് നീ അത് അറുത്തില്ല, പിന്നെ എങ്ങനെയാ മോനെ നിന്റെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാകുന്നത്? അതുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് അള്ളാഹുവിന്റെ നിഅമത്ത് വേണോ, അള്ളാഹുവിന്റെ ബർക്കത്ത് വേണോ, അള്ളാഹുവിന്റെ കൽപ്പന ശിരസാ വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാകണം. അതുകൊണ്ട് ബർക്കത്തില്ല, ജീവിതത്തിൽ സുഖങ്ങളില്ല എന്നൊക്കെ പറയുന്നതിന്റെ മുമ്പ് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കുക. അതുകൊണ്ട് നിർബന്ധം എന്ന പോലെ നമ്മുടെ ഒരു ഓഹരി ഉളുഹിയ്യത്തിന് വേണം, അല്ലെങ്കിൽ എൻ്റെ പേരിൽ ഒരു മൃഗം ഉളുഹിയ്യത്തിന് വേണം എന്ന് നമ്മൾ ചിന്തിക്കണം. ഉളുഹിയ്യത്ത് അറുക്കുന്നതിന് ഇസ്ലാം 4 മൃഗങ്ങളെയാണല്ലോ പറയുന്നത്. നെയ്യാട്, 1 വയസ്സായ നെയ്യാട്, 2 വയസ്സായ കോലാട്, മാടാണെങ്കിൽ അതിന് 2 വയസ്സ് തികയണം, ഒട്ടകമാണെങ്കിൽ അതിന് 5 വയസ്സ് തികയണം. ഈ രൂപത്തിലാണ് ഉളുഹിയ്യത്തിന്റെ മൃഗങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്തുന്നത്. അവിടെ തന്നെ ആ മൃഗങ്ങൾക്ക് ധാരാളം സവിശേഷതകളുണ്ട്. മറ്റൊരിക്കൽ ഞാൻ അതുമായി ബന്ധപ്പെട്ട് പറയാം. ഇപ്പൊ ഞാൻ ആ വിഷയത്തിലേക്കല്ല കടക്കുന്നത്. ഞാൻ ഉളുഹിയ്യത്തിന്റെ സവിശേഷതകളാണ്, അതിന്റെ പ്രതിഫലങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഉളുഹിയ്യത്ത് നമ്മൾ നിർബന്ധമായും ചെയ്യുക എന്നതിലേക്ക് നമ്മൾ എത്തുക. 7 ഓഹരി ഒരെണ്ണത്തിൽ വേണമെന്നൊരു നിർബന്ധമില്ല. 6 ആളുകൾ ചേർന്നാണ് ഒരു ഉളുഹിയ്യത്ത് അറുക്കുന്നതെങ്കിൽ അത് 7 ആളുകൾ ചേർന്ന് അറുക്കുന്നതിനേക്കാൾ ഉത്തമമാണ്. 5 ആളുകൾ ചേർന്നിട്ടാണ് അറുക്കുന്നതെങ്കിൽ അത് 6 ആളുകൾ ചേർന്ന് അറുക്കുന്നതിനേക്കാൾ ഉത്തമമാണ്. ഒറ്റയ്ക്ക് അറുക്കാൻ കഴിയുമെങ്കിൽ ഒറ്റയ്ക്ക് അറുക്കണം. അത് ഇനി പശുവിനെ കഴിയില്ലേ, ഒരു ആടിനെ കഴിയുന്നെങ്കിൽ ആടിനെ അറുക്കണം, പോത്തിനെ കഴിയില്ലെങ്കിൽ അതിനെ അറുക്കണം. എന്താണോ അറുക്കാൻ കഴിയുന്നതെങ്കിൽ അതെല്ലാം അറുക്കണം. പക്ഷെ ഇതെല്ലാം അറുക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിയ്യത്താണ്. ഞാൻ എല്ലാ വർഷവും ഉളുഹിയ്യത്ത് അറുക്കുന്ന ആളാണ്, എൻ്റെ പേരിൽ 2 ഉളുഹിയ്യത്തിന് മൃഗങ്ങളുണ്ട് എന്ന് പറയാനാണെങ്കിൽ അത് അറുക്കേണ്ട ആവശ്യമില്ല. ഫസല്ലി ലിറബ്ബിക്, നിന്റെ റബ്ബിന് വേണ്ടി നിസ്കരിക്കുക, വൻഹർ, നിന്റെ റബ്ബിന് വേണ്ടി നീ ഉളുഹിയ്യത്ത് അറുക്കുക എന്നതിൻ്റെ അപ്പുറത്ത് എല്ലാ വർഷവും ഉളുഹിയ്യത്ത് അറുക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടല്ല ഉളുഹിയ്യത്ത് അറുക്കേണ്ടത്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് നമുക്കുള്ള ബാധ്യതയാണ്. നമ്മൾ ആലോചിച്ചു നോക്കി, എന്തെല്ലാം സവിശേഷതകൾ, എന്തെല്ലാം മഹത്വങ്ങളാണ് ഉളുഹിയ്യത്തുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ വായിച്ചല്ലോ, ഇബ്നു മാജ ഉദ്ധരിച്ച ഹദീസാണ്. ആ ഹദീസിൽ എന്താണ് ഉളുഹിയ്യത്ത് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹിന്റെ മറുപടി, അത് സുന്നത്തു അബീക്കും ഇബ്രാഹിം, അത് നിങ്ങളുടെ ഉപ്പയായ ഇബ്രാഹിം നബിയുടെ സുന്നത്തിൽപ്പെട്ടതാണ്, അവിടുത്തെ തിരുചര്യയിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഫമാലനാ ഫിഹാ യാ റസൂലല്ലാഹ്, അതിൽ ഞങ്ങൾക്ക് എന്താ കിട്ടുക? ഞങ്ങളുടെ ബാപ്പയായ പിതാമഹനായ ഇബ്രാഹിം നബിയുടെ സുന്നത്താണ് ശരി, ഞങ്ങൾക്ക് അതിലെന്ത് കിട്ടും? അന്നേരം റസൂലുള്ളാഹിന്റെ മറുപടി, ബികുല്ലി ശഅറത്തിൻ ഹസന, അതിൻ്റെ ഓരോ രോമത്തിനും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. ഒരു പൂത്തറുക്കുമ്പോൾ അതിൽ എത്ര രോമുണ്ടാകും? അല്ലാഹു അലം. ഒരാടിൽ എത്ര രോമുണ്ടാകും? അല്ലാഹു അലം. ആ രോമത്തിനനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപനം ഏതെങ്കിലും ഒരുത്തന്റെ പ്രഖ്യാപനമല്ല. അൽ അമീൻ എന്ന് കാലം വിളിച്ച, ശത്രുക്കൾ പോലും സത്യസന്ധൻ എന്ന് വിളിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനമാണ്. എന്ന് മാത്രമല്ല, ഉളുഹിയ്യത്തിന്റെ സവിശേഷതകൾ നോക്കുന്നിടത്ത് കാണാം, ഉളുഹിയ്യത്ത് എന്ന് പറയുന്നത് കാനത്ത് ലഹു ഹിജാബം മിനന്നാർ, ഉളുഹിയ്യത്ത് എന്ന് പറയുന്നത് നരകത്തിൽ നിന്ന് നിനക്കുള്ള ഹിജാബാണ്. നമ്മൾ നരകത്തിലേക്ക് കടക്കേണ്ടവരാണെങ്കിൽ നമ്മളുടെയും നരകത്തിന്റെയും ഇടയിലുള്ള മറയാണ് ഉളുഹിയ്യത്ത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, കാനത്ത് ലഹു ഹിജാബം മിനന്നാർ. കഴിഞ്ഞോ? ഇല്ല, ഇല്ല. ഏതൊരു മനുഷ്യനും ഖിയാമത്ത് നാളിൽ പകച്ചു നിന്ന് പോകുന്ന രംഗമായ സിറാത്ത് പാലത്തിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന സമയത്തുള്ള രംഗത്തെ കുറിച്ച് പറയുന്നത് എന്താണ്? അള്ളിമൂ ലഹായാകും ഫഇന്നഹാ അലാ സിറാത്തി മതായാകും. സിറാത്ത് പാലത്തിന്റെ അവിടെ വെച്ചുകൊണ്ട് നമ്മളെ വഹിച്ചുകൊണ്ട് പോകാനുള്ള വാഹനമാണ് ഉളുഹിയ്യത്തിന്റെ വാഹനം എന്ന് പറയുന്നത്. ഉളുഹിയ്യത്താരറുക്കുന്നു എന്നാൽ അവനത് പാലം സിറാത്തിൽ മർക്കബാണെന്നുള്ളത് പറയുന്നു തിരുനബി. ഏതൊരാൾ ഉളുഹിയ്യത്ത് അറുത്താലതെത്തും നാളെ ഖബർ സമീപത്ത്. ഖിയാമത്ത് നാളിൽ സൂറെന്ന കാഹളത്തിൽ ഊതി 2ാമത്തെ ഉയർത്തെഴുന്നേൽപ്പിന്റെ സമയത്ത്
നമ്മളറുത്ത ഉളുഹിയ്യത്തിന്റെ മൃഗം നമ്മുടെ ഖബറിന്റെ അടുക്കൽ വന്നുകൊണ്ട് നിൽക്കുകയാണ്. ആ മൃഗത്തിന്റെ പ്രത്യേകത പറയുകയാണല്ലോ, അതിനുള്ള രോമം സ്വർണമാണിരു കണ്ണുകൾ, മാണിക്യമാ കൂടാതെ പൊന്നാ കൊമ്പുകൾ. അതിനുള്ള രോമം സ്വർണമാണിരു കണ്ണുകൾ, മാണിക്യമാ കൂടാതെ പൊന്നാ ഖബറുകൾ. നല്ല മാണിക്യത്തിന്റെ തിളങ്ങുന്ന കണ്ണുകളുമായി സ്വർണത്തിനാലുള്ള കൊമ്പുമായി രോമത്തിനാലാണ് നമ്മുടെ ഖബറിന്റെ അടുക്കൽ നമ്മൾ ഉളുഹിയ്യത്തിന് വേണ്ടി അറുത്ത നമ്മുടെ മൃഗം വരുന്നത്. അത് സ്വാഹിബുൽ ഖബറോട് പറയും വന്ന്, ഞാൻ നിന്റെ ഉളുഹിയ്യത്താ നടക്കരുതിന്ന്. നമ്മുടെ ഖബറിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുകയാണ്. ആരാണോ ആ ഖബറിലുള്ളതെങ്കിൽ ഖബറിലുള്ള മനുഷ്യനോട് വന്നു പറയുകയാണ്, ഞാൻ നിന്റെ ഉളുഹിയ്യത്താണ്, നീ ഇന്നേ ദിവസം നടക്കാൻ പാടില്ല, ഇന്നേ ദിവസം മഹ്ശറിലെ നടത്തങ്ങൾ നിന്റെ മുന്നിലില്ല, സിറാത്ത് പാലത്തിലുള്ള നടത്തം നിന്റെ മുന്നിലില്ല. ഉടൻ തന്നെ കയറും തൽക്ഷണം കുതിക്കുന്നതാ, അർശിന്റെ തണലിൽ ചെന്നതും നിൽക്കുന്നതാ. ആ മൃഗം നമ്മുടെ ഖബറിൽ നിന്ന് നമ്മളെ വഹിച്ചുകൊണ്ട് ചെല്ലുന്നത് അർശിന്റെ താഴെയാണ്. ഉളുഹിയ്യത്തിന്റെ മൃഗം നമ്മളെ വഹിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇന്ന് പഠിപ്പിച്ചത് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ ഹദീസിന്റെ വെളിച്ചത്തിലാണ് തഴവ ഉസ്താദ് ഈ പൈത്തുകളെല്ലാം പാടി പാടി എഴുതി വെച്ചത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, എങ്ങനെയാണ് സിറാത്ത് വിട്ട് കിടക്കേണ്ടത്, എങ്ങനെയാണ് ഖിയാമത്ത് നാളിൽ രക്ഷപ്പെടേണ്ടത്, എങ്ങനെയാണ് അവിടുത്തെ ചൂടിനെ മറികടക്കേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് വിലപിക്കുന്നുണ്ടോ? അവിടെ ഇസ്ലാം മറുപടി നൽകുകയാണ്. ഉളുഹിയ്യത്ത് കർമ്മം നീ നിർവഹിക്കണേ. വലിയ പെരുന്നാളിന്റെ ദിവസത്തിൽ നിന്റെ മക്കൾക്ക് വസ്ത്രം മേടിക്കുന്നതിനേക്കാൾ, നിന്റെ വീട്ടിലെല്ലാ നിലക്കുമുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമമായ കാര്യം ഉളുഹിയ്യത്തിന് വേണ്ടി നീ ചിലവഴിക്കുന്ന പണമാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പഠിപ്പിക്കുന്നു. ഒരൊറ്റ കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന അതിമഹത്തായ ചില കാര്യങ്ങളെ കൂടി നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. ഉളുഹിയ്യത്തിന് ശേഷിയുണ്ടായിട്ട് ഉളുഹിയ്യത്ത് ഉപേക്ഷിച്ച മനുഷ്യനെ കുറിച്ച് പറയുകയാണ്. ഉളുഹിയ്യത്ത് അറുക്കാൻ കയ്യിൽ പണമുണ്ട്, എന്നിട്ട് തുക്കടാച്ച് ന്യായം പറഞ്ഞുകൊണ്ട് ഉളുഹിയ്യത്ത് അറുക്കാത്ത മനുഷ്യനെ കുറിച്ച് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഫലാ യഹ്ളുറു മുസല്ലനാ. അങ്ങനെ ഉളുഹിയ്യത്ത് അറുക്കാൻ പണമുണ്ട്, അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ട്, അലമാരനുള്ളിൽ ക്യാഷ് ഉണ്ട്, എന്നിട്ട് എല്ലാവരോടും ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞ് ഉളുഹിയ്യത്ത് അറുക്കാൻ രംഗത്തേക്ക് വരാത്ത മനുഷ്യനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അവൻ എൻ്റെ കൂടെ നിസ്കരിക്കാൻ വരണ്ട എന്നാണ്. സ്വഹാബത്തിനോട് പറഞ്ഞതാ, ഉളുഹിയ്യത്ത് അറുക്കാൻ പൈസ ഉണ്ടായിട്ട് അറുക്കാതിരിക്കുകയാണെങ്കിൽ എൻ്റെ കൂടെ നിസ്കരിക്കാൻ വരണ്ട. എവിടെയാണ് പോയി നിസ്കരിച്ചോന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കരുണയുടെ കടലല്ലേ ആ പറയുന്നത്, എല്ലാവരെയും ചേർത്തെടുത്തുന്ന റസൂലല്ലേ ആ പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എത്രമാത്രം ഗൗരവമുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ കാര്യത്തിൽ പിശുക്ക് കാണിക്കാതെ ഒരു മൃഗത്തറുക്കാൻ കഴിയോ ഒരു മൃഗത്തറുക്കുക. അതിൻ്റെ ഓഹരിയാണോ ചേരാൻ കഴിയെങ്കിൽ ആ ഓഹരി ചേരുക. ചില ആളുകൾ പറയും 7 ഓഹരി തുടർച്ചയായി ചേരണം എന്നാലൊരു ഉളുഹിയ്യത്താവും. അങ്ങനെയൊന്നുമില്ല. അതൊക്കെ വെറും നാട്ടുകാർ പറഞ്ഞിട്ടാക്കിയൊരു മസല. അങ്ങനെയൊന്നുമില്ല. ഈ വർഷം ചേർന്ന് അടുത്ത വർഷം കഴിഞ്ഞില്ലേ പിറ്റത്തെ വർഷം ചേരുക. നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അങ്ങനെ ചേർന്ന് പോവുക. എന്തായാലും ഉളുഹിയ്യത്ത് അറുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തിനാണ് ഞാനിത് ഇപ്പോഴേ ഓർമ്മപ്പെടുത്തിയത് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴേ തയ്യാറാകാൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴേ ഓർമ്മപ്പെടുത്തിയത്. ദുൽഹജ്ജ് പറഞ്ഞിട്ടൊന്നുമില്ല എന്ന് എനിക്കും അറിയാം. പക്ഷേ ഏകദേശം നമുക്കൊരു 3-4 ആഴ്ച സമയം കിട്ടുമ്പോൾ ഇപ്പോഴേ പ്ലാൻ ചെയ്ത് അതിനുള്ള സമ്പത്തൊക്കെ സ്വരുക്കൂട്ടി വെച്ച ഒരു 10,000-12,000 രൂപയല്ലേ വരുള്ളൂ. അതൊക്കെ ഇന്നത്തെ കാലത്ത് ചെറിയ സംഖ്യ തന്നെ ആയിട്ടുണ്ട്. അത് സ്വരുക്കൂട്ടി വെച്ചുകൊണ്ട് നമ്മുടെ ഉളുഹിയ്യത്തിന് നമ്മളെല്ലാവരും ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.